എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓണപരീക്ഷയുടെ സ്പെഷ്യൽ വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ട്രിഗണോമെട്രിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഉറപ്പിക്കാവുന്ന 2 ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചോണേ. കാരണം ഇത് മിക്കവാറും ഓണപരീക്ഷകളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന 2 ചോദ്യങ്ങളാണ്. നോക്കിയാണ് അതിലെ ആദ്യത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് cos of π/4 plus x plus cos of π/4 minus x is equal to √2 cos x. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കോസ് ഇതിനെ എ ആയിട്ട് സങ്കല്പിക്കുക, പ്ലസ് കോസ് ഇത് ബി ആയിട്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കോസ് എ പ്ലസ് കോസ് ബി എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാവരും ഒന്ന് പഠിച്ചോണേ. കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറഞ്ഞാൽ 2 cos a plus b by 2 cos a minus b by 2 ആണ്. ഓക്കെ, ഇക്വേഷൻ എല്ലാവരും ഒന്ന് പഠിച്ചേ. കോസ് എ പ്ലസ് കോസ് ബി എന്താണ്? 2 cos a plus b by 2 cos a minus b by 2. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങോട്ട് എടുക്കുവാണേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് cos π/4 plus x plus cos π/4 minus x cos a plus cos b 2 cos a plus b അല്ലേ, π/4 plus x plus π/4 minus x by 2 cos a minus b. a എന്ന് പറഞ്ഞാൽ π/4 plus x മൈനസ് കഴിഞ്ഞാൽ 2 പേര് വരുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. π/4 minus x by 2. സംഭവം സെറ്റാണേ, ക്ലിയർ ആണല്ലോ. വേണ്ട പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ. 2 cos π/4 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണേ. π/4 എന്ന് പറഞ്ഞാൽ 45 ആണ്. 45 90. 90ന്റെ പകുതി വീണ്ടും 45 എന്ന് പറഞ്ഞാൽ π/4. ഇങ്ങനെ ചെറുതാക്കാൻ പഠിക്കണം. ഓക്കെ, കോസ് ഇനി വേണ്ട ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തേ. π/4 പ്ലസ് എക്സ് മൈനസ് π/4 മൈനസ് ഓഫ് മൈനസ് പ്ലസ് എക്സ് ഹോൾ ബൈ 2 പ്ലസ് π/4 മൈനസ് π/4 ക്യാൻസൽ. 2 ഇൻറ്റു കോസ് π/4 എന്ന് പറഞ്ഞാൽ 45 കോസ് 45 1/√2 ഇൻറ്റു കോസ് എക്സും എക്സും കൂട്ടി 2x ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ആ 2 2 വെട്ടാലോ. ഇനി ഇവിടെ നിങ്ങൾ √2 കാണുന്നുണ്ട്. √2നെ നമുക്ക് ഇവിടെ നിങ്ങൾ 2 കാണുന്നുണ്ട്. 2നെ √2 ഇൻറ്റു √2 എന്ന് എഴുതാം. ഇൻറ്റു 1/√2 എന്നാക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ. കാരണം താഴെ √2 ഉണ്ട്, മുകളിൽ ഒരു 2 ഉണ്ട്. വെറും 2നെ √2 ഇൻറ്റു √2 എന്ന് എഴുതാം. കാരണം എന്താ, √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, x ആണെന്നറിയാം. ഇപ്പോൾ √2 ഇൻറ്റു √2 ആണ് 2. ബാക്കി എന്തുണ്ട്, cos x. ഇപ്പോൾ ഒരു √2 പോയി, ബാക്കി നിൽക്കുന്ന എന്താണ്, √2 cos x ആണ് അല്ലേ. √2 cos x. ഈ √2 cos x ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ്. സോ അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങി റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തപ്പെട്ടു. പ്രൂഫായി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സമാനമായിട്ടുള്ള മറ്റൊരു ചോദ്യം. പ്രൂവ് ദാറ്റ് cos 7x plus cos 5x by sin 7x minus sin 5x is equal to cot x. നോക്കിക്കേ, ന്യൂമറേറ്ററിൽ സിമിലർ ഇക്വേഷൻ, ഇവിടെ പറഞ്ഞ അതേ ഇക്വേഷൻ cos a plus cos b ആണ് അല്ലേ. 2 cos a plus b by 2 cos a minus b by 2 അപ്ലൈ ചെയ്യാം. താഴെ sin a minus sin b ആണ്. അതൊന്ന് പഠിക്കണേ. sin a minus sin b. sin a minus sin b എന്ന് പറഞ്ഞാൽ അത് 2 cos a plus b by 2 sin a minus b by 2 ആണ്. ഓക്കെ, ഓൾറെഡി cos a plus cos b നമ്മൾ പറഞ്ഞു. cos a plus cos b എന്തായിരുന്നു? cos a plus cos b എന്ന് പറഞ്ഞാൽ 2 cos a plus b by 2 cos a minus b by 2 ആണ്. മൊത്തം 4 ഇക്വേഷനെ പഠിക്കാനുള്ള 2 എണ്ണം കൂടെ ഉണ്ട്. അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ ഒറ്റ സെറ്റായിട്ട് അങ്ങ് ഓർത്ത് വെച്ചോണേ. പിന്നെ വരാൻ സാധ്യതയുള്ള cos a minus cos b. cos a minus cos b ആണെങ്കിൽ അത് -2 sin a plus b by 2 sin a minus b by 2 ആണ്. പിന്നെ വരാൻ സാധ്യതയുള്ള sin a plus sin b കൂടെ ഉള്ളൂ. sin a plus sin b എന്ന് പറഞ്ഞാൽ 2 sin a plus b by 2 cos a minus b by 2 cos a minus b by 2. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. sin a minus sin b എന്ന് പറഞ്ഞാൽ 2 cos a plus b by 2 sin a minus b by 2 cos a plus cos b എന്ന് പറഞ്ഞാൽ 2 cos a plus b by 2 cos a minus b by 2
cos a minus cos b minus 2 sin a plus b by 2 sin a minus b by 2 sin a plus sin b എന്താണ് 2 sin a plus b by 2 cos a minus b by 2. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ cos a plus cos b 2 cos a plus b by 2 7x 5x കൂട്ടിയാൽ 12x by 2 cos a minus b by 2 7x നിന്ന് 5x പോയാൽ 2x by 2 whole divided by sin a minus sin b. ഇക്വേഷൻ നോക്കിക്കേ, sin a minus sin b 2 cos a plus b by 2 7x 5x 12x by 2 sin a minus b by 2 7x നിന്ന് 5x കുറച്ചാൽ 2x by 2. ഓക്കെ, 2 ക്യാൻസൽ, cos 12x by 2 cos 12x by 2 ക്യാൻസൽ, ബാക്കി നിൽക്കുന്ന cos 2 പോയി x ഡിവൈഡഡ് ബൈ sin x. cos x by sin x എന്താണ്? cot x ആണ് ആൻസർ വരിക. ക്ലിയർ ആയല്ലോ? സംഭവം സെറ്റായില്ലേ? നന്നായിട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ.